വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വല്ലാത്തൊരായത്താണത്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലേ? ധനനഷ്ടം ഉണ്ടാവും, വിഭവ നഷ്ടം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും. അല്ലേ? നമുക്ക് സ്വത്ത് നഷ്ടപ്പെടും, കച്ചവടത്തിൽ നഷ്ടം വരും. ചിലപ്പോൾ നമ്മൾ ഉറ്റവർ പിരിഞ്ഞു പോകും, നമ്മളിന്ന് മരിച്ച് വിടവാങ്ങിപ്പോകും, നഫ്സ് പോവും, സമ്പത്ത് പിരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ പട്ടിണി കൊണ്ട്, ഭയം കൊണ്ട്, പേടി, ഇതൊക്കെ പരീക്ഷണമാണ്. ക്യാൻസറുള്ള ആളുകളെക്കാൾ പേടിക്കുന്ന, ക്യാൻസറിനെ പേടിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ ടെസ്റ്റ് നമ്മൾ എഴുതി കൊടുത്താലും പിന്നെ അയാൾ വന്നിട്ട് ചോദിക്കും, ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവും. അല്ലേ? എക്സ്റേ എടുത്തു, എക്സ്റേയിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടാവും. അത് സ്കാൻ ചെയ്തു, സ്കാനിങ് എഴുതി തരും. സ്കാനിങ് എഴുതി കൊടുത്തു, ആ സ്കാനിങ് റിപ്പോർട്ടിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും മൂപ്പര് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇതിലില്ലാത്ത ക്യാൻസർ ഉണ്ടാവുമോ, ഇതിൽ കാണാത്ത ക്യാൻസർ ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? അപ്പോൾ അത് പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം എന്നുണ്ട്. അപ്പോൾ എന്നാൽ പെറ്റ് സ്കാൻ എടുക്കുക. അതും നോർമൽ അറിഞ്ഞപ്പം ഇതില്ലാത്ത ഉണ്ടാവും. അതിൽ ഇപ്പം അല്ലാന്ന് അവർ അടുത്തൊരു സെക്കൻഡിൽ ക്യാൻസർ തുടങ്ങിയാൽ അറിയാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ആൻജിയോഗ്രാം എടുത്ത ആൾക്കാർ വരും, നോർമലാണെന്ന് പറയും. അപ്പോഴും കാർഡിയോളജിസ്റ്റ് എന്തത് ഫുൾ നോർമലാന്നപ്പോൾ പറഞ്ഞത്, ഈ ഒരു സെക്കൻഡ് നിങ്ങൾ നോർമലാണ്, അടുത്തൊരു സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ആൻജിയോഗ്രാമിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ ആൻജിയോഗ്രാം എടുക്കണ നേരത്ത് ബ്ലോക്ക് ഇല്ല, അടുത്തൊരു സെക്കൻഡിൽ ബ്ലോക്ക് വരുമല്ലേ എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. അപ്പോൾ പേടി, നിങ്ങളാച്ച ഒരാളെ പേടിച്ചാൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അറ്റുണ്ടാവില്ല, എന്തിനും പേടിച്ചേണ്ടി വരും. അതിനൊക്കെ നിർഭയത്വം നൽകുന്നത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയനാണ്, വിശ്വാസം. അല്ലേ? ഈമാന്റെ വേറെ അർത്ഥതാണ് നിർഭയത്വം എന്നാണ്, ഒരേ വാക്കിന്ന് വന്നതാണ് നിർഭയത്വം. നിർഭയത്വം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സാധനമാണ്. പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്. പേടി കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞത് അത് പരീക്ഷണം തന്നെയാണ്. അത് പലതരത്തിലുള്ള പേടിയാവും. ക്യാൻസറിനെ പേടിക്കുക, അസുഖങ്ങളെ പേടിക്കുക, ഭാവിയെ പറ്റി എൻ്റെ മക്കൾ അങ്ങനെ ആകുമോ, എല്ലാത്തിനും പേടിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ പരീക്ഷണമാണ്. വലനബുലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, അല്ലേ, പേടി കൊണ്ട്, ഇതൊക്കെ അള്ളാഹു പരീക്ഷ. എന്നിട്ട് അവിടെ പറഞ്ഞ അവസാനം പറഞ്ഞെന്താ? വബശ്ശിരിസ് സ്വാബിരീൻ എന്നാണ്. അത് വല്ലാത്തൊരു വാക്കല്ലേ. ഇങ്ങനെയൊക്കെ പരീക്ഷണം ഉണ്ടാവുമ്പം അതിൽ സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറഞ്ഞത്. സന്തോഷ വാർത്ത. ആ പേടിക്കണ സന്ദർഭത്തിൽ പോലും ഒരു സന്തോഷത്തിൻ്റെ, ആ പേടിയെപ്പോലും നിങ്ങൾക്കൊരു സന്തോഷമാക്കി മാറ്റാനുള്ള ഫോർമുലയാണ് പടച്ചോൻ പറഞ്ഞിരുന്നത്. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിനെ ആലോചിച്ചിട്ട്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആലോചിച്ചിട്ട് ഒരാൾക്ക് സമാധാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വിശ്വാസം നമുക്ക് നൽകുന്ന നിർഭയത്വവും കരുത്തും. അതാണ്.